നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. യുവതിയെ സ്വന്തം ഭർത്താവ് തന്നെയാണ് പകയുടെ പേരിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കൊലപാതകങ്ങൾ. അതായത് സ്വന്തം രക്തബന്ധത്തെയോ അച്ഛനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ ഒന്നും തന്നെ കൊലപ്പെടുത്താൻ യാതൊരു മടിയില്ലാത്ത, അത് എന്തിനേറെ സ്വന്തം മക്കളെ പോലും കൊലപ്പെടുത്താൻ യാതൊരു മടിയുമില്ലാത്ത കുറേ ആളുകളുടെ, അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മളും ജീവിക്കുന്നത്. പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിൻ്റെ പുറത്ത് അതിക്രൂരമായി കൊലപാതകം നടത്തുക. ഒരു പക്ഷേ ഇന്നലെ വരെ തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇന്നലെ വരെ താൻ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് താൻ ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നത് എന്നുള്ള ചിന്തയൊന്നും തന്നെ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് പോകുന്നില്ല. എത്രയേറെ കൂട്ടക്കൊലപാതകങ്ങൾ നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങളായിട്ട് എടുത്തു പറയാൻ സാധിക്കും. ഇവിടെ മലപ്പുറം തിരൂരിൽ യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയിരിക്കുന്നത് വളരെ അതിക്രൂരമായിട്ടാണ്. യുവതിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിലാണ് പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ പുറത്തു വരുന്നത് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പടിഞ്ഞാറക്കര സ്വദേശി ഫൗസിയാണ് കൊല്ലപ്പെട്ടത്. ഫൗസിയയ്ക്ക് 37 വയസ്സാണ് പ്രായമുള്ളത്. ഫൗസിയെ ഭർത്താവ് ഹുസൈൻ കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി പുഴയിൽ താഴ്ത്തുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോകാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും പ്രതിയെ തിരൂർ പോലീസ് ബസ്സിൽ വെച്ച് പിടികൂടുകയായിരുന്നു. സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തതോടെയാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത്. മത്സ്യത്തൊഴിലാളിയാണ് ഈ പറയുന്ന ഹുസൈൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടക്കുന്നത്. തിരൂർ പുഴയിലെ പടിഞ്ഞാറക്കര ജെട്ടിക്ക് സമീപത്തു നിന്നാണ് യുവതിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തുന്നത്. മത്സ്യബന്ധനത്തിന് പോകാനായി തൊഴിലാളികൾ നങ്കൂരം വലിച്ചെടുക്കുന്നതിനിടെ മറ്റൊരു നങ്കൂരം കയറിൽ കുടുങ്ങുകയായിരുന്നു. ഇത് വലിച്ചെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹം ഫൗസിയുടേതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇനി എന്താണ് ഈ ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് എന്താണ് കൊലപാതക കാരണം എന്നുള്ളത് ഇയാൾ പറഞ്ഞത് വീട്ടുജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസും പറയുന്നത്. ഈ ദമ്പതികൾ തമ്മിൽ പലപ്പോഴും വാക്കുതർക്കം പതിവായിരുന്നു. ഫൗസി ഇടയ്ക്ക് വീട്ടുജോലിക്ക് പോകാറുണ്ടായിരുന്നുവെങ്കിലും താൻ പറയുന്നത് കേൾക്കാതെ ജോലിക്ക് പോകുന്നതിൽ ഭർത്താവായിട്ടുള്ള ഹുസൈനെ കടുത്ത പകയുമുണ്ടായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയും ഇരുവരും തമ്മിൽ ഇത് സംബന്ധിച്ച്, ഈ വീട്ടുജോലിക്ക് പോകുന്നത് സംബന്ധിച്ച് തർക്കം നടന്നിരുന്നു. തുടർന്ന് പിറ്റേ ദിവസം അർദ്ധരാത്രി മീൻ വാരാനെന്ന് പറഞ്ഞ് ഫൗസിയെ ഹുസൈൻ വീട്ടിൽ നിന്ന് പുഴക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. സ്വാഭാവികമായിട്ട് സംശയമൊന്നും തോന്നാത്തതിനാൽ തന്നെ ഫൗസിയും ഈ ഭർത്താവിൻ്റെ കൂടെ പോയി. പക്ഷേ അവിടെ കൊണ്ടുപോകുന്നത് തന്നെ കൊല്ലാനാണ് എന്നുള്ളത് ഫൗസിയ അറിഞ്ഞില്ല. അവിടെ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം സമീപത്തുണ്ടായിരുന്ന ഒരു ചാക്കിൽ ഈ മൃതദേഹം കെട്ടി നങ്കൂരത്തിൽ കെട്ടിത്താഴ്ത്തുകയായിരുന്നു. വ്യാഴാഴ്ച പകൽ മകൻ ജോലിക്കും മകൾ സ്കൂളിലേക്കും പോയെങ്കിലും വൈകിട്ടും ദമ്പതിമാരെ കാണാതായതോടെയാണ് തിരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പിന്നീട് ഒളിവിൽ പോയ ഹുസൈൻ്റെ മൊബൈൽ ഫോൺ വ്യാഴാഴ്ച പുറത്തൂർ ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് ഓണാക്കിയതായി കണ്ടെത്തിയിരുന്നു. പിന്നീട് ഇത് സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായി. ഇരുവരെയും കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ശനിയാഴ്ച രാവിലെ തിരൂർ പൂക്കയിൽ വെച്ച് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അതിക്രൂരമായി ഒരു കൊലപാതകം. സ്വന്തം മക്കളുണ്ട്, ഭാര്യ വീട്ടുജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ് ഈ സ്വന്തം ഭർത്താവിനെ ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. അയാൾ അത് നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും പ്രാഥമിക വിവരമനുസരിച്ച് പ്രതി തന്നെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ നിന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ.